കൊൽക്കത്തയിലേക്കുള്ള ഭാരത് ഗൗരവ് ട്രെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി നമ്മൾ കണ്ണൂരിൽ നിന്ന് കയറി ഇപ്പോൾ കായംകുളമൊക്കെ കഴിഞ്ഞ് കൊല്ലം എത്താറായി. അപ്പോൾ സഫർ വിത്ത് എൻവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സാധാരണ ട്രെയിനല്ല, ഒരു ടൂറിസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയും സൗത്ത് സ്റ്റാർ റെയിലും 2 ട്രെയിൻസ് ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രൈവറ്റ് ട്രെയിൻ ടൂറാണിത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ഇത് ട്രെയിൻ ടൂറാണ്. ഈ ഒരു പ്രൈവറ്റ് ട്രെയിൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ ബ്രഷ് ചെയ്ത് അതിരാവിലെ ഒരു 6 മണിക്ക് ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കേജിന് വെച്ചാൽ എല്ലാം ഇൻക്ലൂഡ് ആകും, ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ആകും. അപ്പോൾ രാവിലെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഉറങ്ങുന്നുണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തുന്നതാണ് വിചാരിക്കുന്നത്. സമയം ഇപ്പോൾ 9 മണിയാവറേ, 8:45. ഇപ്പോൾ കായംകുളം സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ട്രെയിൻ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് മുന്നോട്ട് പോവുക. നമ്മൾ സെക്കൻഡ് AC-ലാണുള്ളത്. ആൾക്കാരൊക്കെ വരുന്നതേ ഇല്ലൂ. ഇവിടെ ഉണ്ടായിരുന്ന സൈഡിൽ ഓവർ ബർത്താണ്. സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ കേർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ റീഡിങ് ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇത് വരുന്നുള്ളത്, ചാർജിങ് പോർട്ട് വരുന്നുള്ളത്. നോർമൽ സെക്കൻഡ് AC-യിൽ എങ്ങനെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണുള്ളത്. നമ്മുടെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം എത്താറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ ട്രെയിനിലുണ്ടാകുന്ന ചായ വെക്കാൻ വരുന്നവർ ചായ കാപ്പി, പിന്നെ അതുപോലെ തന്നെ അണ്ട ബിരിയാണി, അത് ഭക്ഷണം വെക്കാൻ വരുന്നവർ, പിന്നെ കുറേ പുറത്തുനിന്നുള്ള വെൻഡേഴ്സ്, അതൊന്നുമില്ല. ലോക്കൽ പീപ്പിൾസ് ഇല്ല, ആൾക്കാർ കയറാനുണ്ടാവും, ഇറങ്ങാനില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഒരു അലമ്പില്ലാതെ നല്ല കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ട്രെയിനിൽ വരുന്നുള്ളത് ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC വരുന്നുണ്ട്. പിന്നെ തേർഡ് AC ജനത എന്ന് പറയുന്നുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളത് അറിയാം, നമുക്ക് പോയി നോക്കാം. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ്സും വരുന്നുണ്ട്. ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നുള്ളത്. സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒന്നിച്ച് കുറേ പോയിട്ടുണ്ട്, എന്നെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പോകുന്നുള്ളത്. വീല് ഏകദേശം വരുന്നുള്ള വയസ്സായ ആൾക്കാരാണ്. എൻ്റെ ഏജിലുള്ള ഒരാൾ പോലും ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ കേരളത്തിന് ഏകദേശം അറ്റത്തെത്താനായി. ഇനി കോട്ടയം ഇല്ല, കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ട്രിവാൻഡ്രമാണ്. പിന്നെ മലയാളികൾ ആരും വരില്ല. ഇതുവരെ ഈ ഒരു കോച്ചിൽ കണ്ടില്ല. പിന്നെ അപ്പുറത്തെവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എൻ്റെ ഒന്നിച്ച് വേറൊരാളുണ്ട് എന്നുള്ളത്. അവർക്ക് എങ്ങനെ റിട്ടയർഡാണ് അവർ. അപ്പോൾ അവരൊന്നിച്ച് എറണാകുളത്ത് നിന്ന് കയറിയ വേറൊരാളും കൂടിയുണ്ട്. അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു രാവിലെ എണീച്ചപ്പോൾ. അല്ലാതെ ഇപ്പോൾ വരാറില്ല ഇവിടെ. നമുക്ക് നോക്കാം എങ്ങനെ യാത്രകൾ ഇങ്ങനെയല്ലേ, പരിചയപ്പെടാം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, അവരെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതല്ലേ യാത്ര എന്ന് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവരെന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് തോന്നുന്നുള്ളത് നൂഡിൽസ് എന്നാണ്. നോക്കാം നമുക്ക്. ബസ് ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നുള്ളത്. ചട്നി ഇട്ടിട്ടുണ്ട് അതിനൊന്നിച്ച്. കുറുമാവ് വരുന്നുണ്ട്. പിന്നെ ഒന്നിച്ച് കടല കുറുമ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്തെന്നുള്ളത് നമുക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ ചട്നി ഉണ്ട്, പിന്നെ എന്തോ സ്വീറ്റ് വരുമെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തതായിട്ട് പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നല്ല രസമുണ്ട്. ഇത് എന്തെന്നുള്ളത് നമുക്കറിയില്ല. പുട്ട് ഓക്കെ, തൊടാം. അങ്ങനെ പുട്ട്, കടല,
ഇത് സീറല്ലേ, പിന്നെ ഇതെന്തെന്നുള്ളത് അറിയില്ല. ചട്നി. ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഫുഡ് വരുന്നുള്ളത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും കിട്ടും. അങ്ങനെ ഇത് ഞാൻ ചോദിച്ച് വാങ്ങി. വീണ്ടും നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകണം. നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കഴുകുക. ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ലതെന്ന് വെച്ചാൽ അത്ര നല്ലതായിരുന്നു. ഇന്ത്യൻ റെയിൽവേസിൽ സാധാരണ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. നല്ല പുട്ട്, കടല, പിന്നെ എന്തോ ഉണ്ടായിരുന്നു, പിന്നെ സീറുണ്ടായിരുന്നു, പിന്നെ ചട്നി ഉണ്ടായിരുന്നു, ചായ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേറ്റ് ഒന്ന് തിരിച്ചു കൊണ്ടുവെക്കണം. പിന്നെ കുറച്ച് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പിന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്കി പിന്നെ എല്ലാ കോച്ചിലേക്കും നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് AC പോകണം, തേർഡ് AC പോകണം, അതുപോലെ തന്നെ സ്ലീപ്പറിൽ പോകണം. അവിടുത്തെ കാര്യങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് രാവിലെ തന്നെ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു കേസ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഒരു ദിവസം ഒരു ബോട്ടിൽ നിന്നാണ് 12 ബോട്ടിൽസിൻ്റെ ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 ദിവസത്തേക്ക് 12 ബോട്ടിൽ തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ചോദിച്ചോന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കാം. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ ഇപ്പോൾ ഓടുന്നുള്ളത് 1 മണിക്കൂർ നേരത്തെയാണ്. 1 മണിക്കൂറല്ല, 1/4 മണിക്കൂർ നേരത്തെയാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇങ്ങനെ പോയാൽ നമ്മൾ കൊൽക്കത്ത നാളെയല്ല മറ്റന്നാ രാവിലെ അല്ല 4 മണി ആ സമയമാകുമ്പോൾ എത്തുമായിരിക്കും. ഇങ്ങനെ പോയാൽ പിന്നെ നോർത്തിലേക്ക് കയറിയാൽ ലേറ്റ് ആവോ എങ്ങനെയുള്ളതൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ട്രിവാൻഡ്രമൊക്കെ കഴിഞ്ഞ് യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂമും പിന്നെ ബേസിനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിടാം. ബേസിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മിറർ. പിന്നെ വാഷ്റൂം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ CCTV സർവൈലൻസ് ആണ്. പിന്നെ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാ നോർമൽ ട്രെയിനിലുണ്ടാകുന്ന പോലെ തന്നെ യൂറോപ്യൻ ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വർക്ക് ആകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രഷ് വെച്ചിട്ടുണ്ട്. നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട്, മാത്രം അത് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇവിടെയും ഹാൻഡ് വാഷ് ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് യൂറോപ്യന്. നേരെ ഇന്ത്യനിലേക്ക് പോവാം. ഇന്ത്യനും ഇതും യൂറോപ്യൻ തന്നെയാണ്, ഇന്ത്യൻ ഇല്ല. അപ്പുറത്ത് എവിടെയെങ്കിലും ഇന്ത്യൻ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ട്രെയിൻ വിട്ടു, നല്ലപോലെ സ്പീഡുണ്ട്. അപ്പോൾ നല്ലപോലെ നോയ്സ് കേൾക്കാം. നല്ല മിറർ ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസിനായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. കോച്ചാണെങ്കിലും നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11:50 12 മണിയാവാറായി. അപ്പോൾ സൂപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത്. ടൊമാറ്റോ സൂപ്പാണ്. ടൊമാറ്റോ സൂപ്പ് കഴിക്ക് സൂപ്പറാ. അപ്പോൾ ഇവർ നല്ല സൂപ്പ്, ടൊമാറ്റോ സൂപ്പ് കഴിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ 2 ഫ്രണ്ട്സാണ്. അനീസ് അല്ലേ? അനീസ് എറണാകുളത്താണ്, പിന്നെ കണ്ണൂരാണ്. ഇവരാണ് എനിക്ക് ട്രിപ്പ് ഫുള്ളായിട്ടുള്ള ഫ്രണ്ട്സ്. ഇപ്പൊ എങ്ങനെയുണ്ട് സൂപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. രാവിലത്തെ ഭക്ഷണം അടിപൊളി. നല്ല സ്വീറ്റ്, നല്ല ഭക്ഷണമായിരുന്നു. പിന്നെന്തായിരുന്നു? കേസരി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഉപ്പുമാവ്, സേമിയയുടെ ഉപ്പുമാവ്, കടലക്കറി, ചോറ്, നല്ല ഇറച്ചിക്കറി പോലത്തെ. നമുക്കിപ്പോൾ എല്ലാ കോച്ചസും ഒന്ന് കണ്ടുവരാം. ഇപ്പം ഇത് 3rd AC ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞത് 3rd AC ആണ്. നമ്മളുണ്ടായിരുന്നത് 2nd AC-യിലാണ്. അപ്പോൾ ഇതും 3rd AC ആയിരിക്കും.
print manager in charge. ഓക്കെ. നിങ്ങള് പേരെന്തായിരുന്നു? എം വി രവി. നാട് എവിടെ? മധുര. നിങ്ങള്? Sai Reddy. സായി റെഡ്ഡി. From Andhra Pradesh. ആന്ധ്രാപ്രദേശ്. You have messaged me, right? No, he is one more Sai. He is Sai Suraj. സായി സൂരജ്. Okay. Yeah, I sent you message in that South Sarel Instagram. South Sarel, okay. That is, the account having with me only. Okay. Okay. You are? Video, right? കേരള ഇൻചാർജ്. ജിഷ്ണു. ഓക്കെ. എവിടെന്നാ? പാലക്കാട്. നിങ്ങള്? അമർനാഥ്. മാനേജർ. എന്ത് മാനേജറോ? ടൂർണമെന്റ് കോച്ച് ഇൻചാർജ്. എവിടെ സ്ഥലം? പാലക്കാട്. ഓക്കെ. എല്ലാവരും കണ്ടേ സന്തോഷം. കാണാം. സഫർ വിത്ത് എൻ ബി എന്ന് പറയും. വിത്ത് എൻ ബി. ഞാനിപ്പോൾ പാൻട്രി കഴിഞ്ഞ് വന്നതാണ്. എന്താ വെച്ചാൽ പാൻട്രി ഷൂട്ട് ചെയ്യണ്ടേ, നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ അലോഡ് ഇല്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോയി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. ഇവിടെ എങ്ങും ആൾക്കാർ കാണുന്നില്ല, ഭയങ്കര കുറവാണ്. സ്ലീപ്പർ ക്ലാസ്സിലെ വാഷ്റൂമും കൂടി ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നല്ല നീറ്റാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലുണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലാണെങ്കിലും നല്ല പോലെ ഉണ്ട്. യെസ്, ചാനൽ. നിങ്ങൾ എവിടെ നിന്നായിരുന്നു? സഫർ വിത്ത് എൻ ബി. വിത്ത് എൻ ബി. എൻ ബി. ഓക്കെ. ഇൻസ്റ്റഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. എറണാകുളം, കാസർഗോഡ്. ഓക്കെ. ചെയ്തോ? ഓക്കെ. ഫുഡ് റെക്കോർഡ്സ്. ഓക്കെ, ഞാൻ നോക്കാം എന്തായാലും. ഓക്കെ, കാണാം. ഇവിടെ എനിക്ക് തോന്നുന്നുള്ളത് 3rd AC ജനത ആയിരിക്കും. ഇതും കൂടി ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് രണ്ടും 3rd AC ജനത ആവാനാണ് ചാൻസ്. സീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ട്. ഇവിടുത്തെ കഴിഞ്ഞു അല്ലേ? ഇവിടുത്തെ കഴിഞ്ഞു അല്ലേ? അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തമിഴ്നാട് കയറി എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. പുറത്ത് നല്ല മലകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നല്ലപോലെ ഉണ്ട്. ഞാൻ ട്രെയിൻ ഫുള്ള് കറങ്ങി വന്നതാണ്. ഫസ്റ്റ് AC പോയിട്ടില്ല, ബാക്കിയെല്ലാ കാര്യങ്ങളും പോയി. സെക്കൻഡ് ACയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. 3rd AC പോയി, 3rd AC ജനത പോയി, പിന്നെ സ്ലീപ്പർ ക്ലാസ് പോയി. സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് ചെറിയൊരു യൂട്യൂബറിനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കോച്ച് വരുന്നുള്ളത് A3 ആണ്. A3ക്ക് ഇപ്പോൾ എത്താനായിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ വിടുമായിരിക്കും. പറഞ്ഞോ, നിങ്ങളെ പ്രശ്നം പറയാം. പ്രശ്നം പറ. പ്രശ്നമില്ല, ചായ കിട്ടുന്നില്ല. രാവിലെ പോലെ നോക്കി നടക്കും. ഇനി അടുത്ത ചായ വരുമ്പോ ഫ്ലാസ്കിലാക്കി വെച്ചാൽ തന്നിട്ടുണ്ട്. തരൂല? തരൂ, അൺലിമിറ്റഡ് അല്ലേ? അങ്ങനെയല്ല പറഞ്ഞേ. ചായ ഉള്ളിടത്ത് നിർത്തുന്നില്ല. നിർത്തുന്നിടത്ത് ചായ ഇല്ല. അതാണ് ടൗണില് നാഗർകോവിൽ ടൗണിന്റെ പ്ലാറ്റ്ഫോറത്തിൽ ഒരു ചായക്കട പോലും. അതാണ് വിളിക്കുള്ളത്. ആ ഭാഗത്തുണ്ടാവും, അവിടെ ഉണ്ടാവും. പക്ഷേ അത് അന്നേരം പോയാൻ പറ്റുമായിരുന്നു. അന്നേരം പോയാൽ അങ്ങേ തല വരെ പോയിട്ട് വേണേലും എവിടുന്നാണെങ്കിലും കയറിയാൽ മതിയായിരുന്നു. ട്രെയിനിൽ എല്ലാ കോച്ചിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും, നമ്മളെല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ഹെൽപ്പ് ചെയ്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ സെക്യൂരിറ്റി ഗാർഡ്. ഇവന് എപ്പോഴും ചിരിച്ചുകൊണ്ടുണ്ടാവും. ഹായ്, സേ ഹായ്. എപ്പോഴും ചിരിച്ചോണ്ടാ, ഇതുപോലെ ചിരിച്ചുകൊണ്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ സ്മൈൽ. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാഗർകോവിൽ ജംഗ്ഷനിലാണ്. ട്രെയിൻ കുറേ സമയം ഇവിടെ നിർത്തിയിട്ട്, എന്തെന്നുള്ളത് അറിയില്ല. ഫുഡൊക്കെ വരുന്നുണ്ട്, എല്ലായിടത്തും നല്ല ഫുഡ് വരുന്നുണ്ട്. വിസ ഉണ്ട്. ഓ, അത് എപ്പോൾ ഉണ്ടായിരുന്നു അവിടെ?
അവിടെ എപ്പോ ഉണ്ടായിരുന്നു യൂസിൽ? യൂസിൽ ഞാൻ ഇപ്പോഴും യൂസിൽ തന്നെ അവരുടെ പെൻഷനാണ് മേടിക്കുന്നത്. യുഎസ് സിറ്റിസണാവുള്ളൂ. യു.എസ്. സിറ്റിസനാണ്. ഞാൻ 32 വർഷം അമേരിക്കയിലുണ്ടായിരുന്നു. 32 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് 2 വർഷം സൗദി അറേബ്യ. ഇങ്ങോട്ട് വന്ന് എന്താ? ഇത് ഞാൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് നാട്ടിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. OCI എന്ന് പറയും. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ലൈഫ് ടൈം വിസാണ് OCI എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുടുംബത്തിൽ എനിക്ക് ഞങ്ങൾ 12 മക്കൾ, 6 പെണ്ണും 6 ആണ്. അതിൽ ഞങ്ങൾ 4 ആൺമക്കൾ അവിടെ അമേരിക്ക തന്നെ. ഒരാളെ 60. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട്. ഓയിൽ റൈസ്. ഓക്കെ, അടുത്ത സാധനം അച്ചാർ, പപ്പടം. പപ്പടത്തിന് ഷേപ്പ് നല്ലുണ്ട്. അപ്പോൾ പപ്പടം വന്നു, റൈസ് വന്നു, പിന്നെ ഇത് പച്ചപ്പയർ തോന്നുന്നു, അച്ചാറുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് AC വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ 4 ബെർത്ത് വരുന്നുള്ളതുണ്ട്, 2 ബെർത്ത് വരുന്നുള്ളതുണ്ട്. അപ്പോൾ ടോട്ടൽ 24 സീറ്റ്സ് ആണെന്നുള്ളത്. ഒരു കോച്ചേ ഉള്ളൂ ഫസ്റ്റ് AC. സെക്കൻഡ് AC 4 എണ്ണം ഉണ്ട്. തേർഡ് AC പിന്നെ കുറേ ഉണ്ട്, സ്ലീപ്പർ ആണെങ്കിലും കുറേ ഉണ്ട്. അപ്പോൾ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് ഒരു 3 ആൾ വന്നിട്ടുണ്ട്. ചായ വരുമോ? എങ്ങനെ അല്ലേ? അങ്ങനെ നമ്മൾ കോഫി എത്തി. നമുക്ക് വേണ്ട ചൂസ് ചെയ്യാം. ചായ വേണമെങ്കിൽ ചായ, കോഫി ആണെങ്കിൽ കോഫി, ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സമയം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പാരൻകുണ്ട്രം റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ്. വലിയ പാറയാണ്. പാറത്തിൻ്റെ അപ്പുറ സൈഡാണ് ഈ ടെമ്പിൾ വരുന്നുള്ളത്. സമയം ഇപ്പോൾ 7 മണിയായി. ഫുൾ പുറത്തൊക്കെ ഇരുട്ടായി. അതിനൊന്നുമില്ല, ഇന്നത്തെ ഡേ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇനി നാളെ ഫുൾ ഡേ ട്രെയിനിലാണ്. മറ്റന്ന് ഏകദേശം ഫുൾ ട്രെയിനിലാണ്. നൈറ്റാണ് അവിടെ എത്തുന്നുള്ളത്. നോർമലി ഓൺ ടൈം ആണെങ്കിൽ വൈകിട്ട് 6 മണിയാകുമ്പോൾ എത്തും, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ലേറ്റാവും. അപ്പോൾ ഇനി 2 ദിവസം ഈ ട്രെയിനിൽ തന്നെ ഉണ്ട്. AC ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉച്ചത്തെ ഫുഡ് കുറച്ച് മോശമായിരുന്നു, എന്നെങ്കിലും ഓക്കെ ആയിരുന്നു. രാവിലത്തെ ഫുഡ് നല്ലതായിരുന്നു. പിന്നെ രാത്രി എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ മകന് വിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ ഫുള്ള് കളികളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗ്യാങ്ങായി, ഒരു 4-5 പേരുടെ ഒരു ഗ്യാങ്ങായി. എല്ലാവരും വേറെ വേറെ അടുത്തുനിന്ന് വന്ന് ഇപ്പോൾ ഒന്നിച്ചുണ്ട്, കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാഷ്റൂം ആയാലും പിന്നെ കോച്ചായാലും 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ടിട്ട് ഫുൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. കോച്ചിലായാലും എപ്പോൾ വിളിച്ചാലും അവർ വരുന്നുണ്ട്. പിന്നെ എല്ലാ കോച്ചിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ CCTV സർവൈലൻസിലാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറയും ഫോണും എല്ലാം ചാർജിന് വെറുതെ അവിടെ വെച്ച് വരും. ഒരു പേടിയും ഇല്ലാതെ വെക്കാൻ പറ്റും. ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയതാണ്. ട്രെയിനിങ്ങിന് നിർത്തിക്കൊണ്ടാണ് പോകുന്നുള്ളത്. കുറേ ക്രോസിങ് കൊടുക്കുന്നുണ്ട്. രാത്രിയിൽ പിടിക്കുന്നതാണ് തോന്നുന്നത്, അറിയില്ല. നമ്മൾ കയറിയപ്പോൾ 1 മണിക്കൂർ മുമ്പായിരുന്നു ട്രെയിൻ. ഇപ്പോൾ 10 മിനിറ്റ് 1/4 മണിക്കൂർ ലേറ്റാണ്. അങ്ങനെ നമ്മളെ ഡിന്നർ വന്നു. ചപ്പാത്തി, കുറുമ, വെജ് കുറുമ. ഡിന്നർ കഴിഞ്ഞ ശേഷം നല്ല ബദാം മിൽക്ക്, ചൂട് ബദാം മിൽക്ക്. ഞാൻ 2 ഗ്ലാസ് എടുത്തു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് നല്ലായിരുന്നു. ചപ്പാത്തി, കുറുമ ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് റൈസ്, അച്ചാർ, പപ്പടം, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നർ കഴിഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു, ബദാം മിൽക്ക് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞ് ഇപ്പോൾ സമയം 9 മണിയായി. കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം. നാളത്തെ ഫുൾ ഡേ ട്രെയിനിലാണ്. മറ്റന്നാളത്തെ പകുതിയും ട്രെയിനിലാണ്. രാത്രി 6 മണിയാണ് ഓൺ ടൈം കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇനി
ഇനിയും 1.5 ദിവസം ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എൻ്റെ നാളത്തെയും മറ്റന്നാളത്തെയും വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.